ഇങ്ങനെ ഊരിയ ഗൈസ് നമ്മുടെ ഫോണ് ഊരി കൈ വരും. ഇതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, മേലെ ബാറ്ററി തൊട്ടോ അല്ലെന്നാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. വലിച്ചൂരിയ നിങ്ങൾക്ക് ക്ലെയിമും കാര്യങ്ങളൊന്നും കിട്ടില്ല. ഇത് ഊരാനുള്ളത് സർവീസ് സെൻറ്ററിൽ അവർ ഊരിക്കോളും വല്ല കുഴപ്പം വന്നാൽ. ഇതാണ് ആ ഒരു സംഭവം. CMF ഫോൺ 1 by Nothing. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ്. ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് നത്തിങ് ഫോൺ 1ഉം 2ഉം ഇറങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു അൺബോക്സിംഗ് പോലെയല്ല ഇതിൻ്റെ ഒരു അൺബോക്സിംഗ്. പാക്കറ്റ് നല്ല ചെറിയൊരു പാക്കറ്റാണ് ഗൈസ്. ഇത് കണ്ടാൽ തന്നെ അറിയാം ചാർജർ കാര്യങ്ങളൊന്നും വരത്തില്ല. നത്തിങ് ഫോൺ 1 നമ്മളെ കൂടുതലും ഷെയർ ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ പുതിയൊരു ഇന്നോവേഷൻ ഡിസൈൻ അവർ കൊണ്ടുവന്നതാണ്. ലൈറ്റ് കത്തുന്നൊരു ബാക്കുമായിട്ടാണ് അവർ വന്നതെങ്കിൽ ഇപ്രാവശ്യം ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നമുക്കിതിൽ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ബാക്ക് കവറാണ് ഗൈസ് വരുന്നത്. അതായത് അവരുടെ പുതിയൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, ഫോൺ ഷെയർ ചെയ്ത് പോകാനായിട്ട്, ആൾക്കാർക്ക് ഷെയർ ചെയ്ത് പോകാനായിട്ട് CMF by Nothing ഫോൺ 1 നമുക്ക് ബാക്ക് ഊരിയിട്ട് പുതിയ കളർ ഇടാൻ പറ്റൂടെ എന്ന് നമ്മൾ പറയിപ്പിക്കാൻ വേണ്ടി അവർ ചെയ്തതാണ്. അത് അവരുടെ ബിസിനസ് ഐഡിയാസ് പക്കയാണ്. അതെല്ലാം കൊണ്ട് തന്നെ ഈ സാധനം 20,000 രൂപയ്ക്ക് താഴെ കൂടുതലും ഈ ഫോൺ സെയിലായി പോകാൻ ചാൻസ് നല്ല പോലെ ഉണ്ട് ഗൈസ്. ആ ഒരു ഡിസൈൻ വെച്ചിട്ട്. കാരണം 20,000 രൂപയ്ക്ക് താഴേക്ക് ആൾക്കാർ പർച്ചേസ് ചെയ്യണത് ആ ഒരു നോർമൽ യൂസ് കാര്യങ്ങളും തന്നെ ആയിരിക്കും. ഇതിൽ കേസിൽ തന്നെ വെണ്ടയ്ക്ക പോലെ എണീച്ച് നിൽപ്പുണ്ട് ആ ഒരു സ്ക്രൂസ് കാര്യങ്ങൾ. നമുക്ക് സ്ക്രൂ ഡ്രൈവർ ഏത് വേണമെന്നുള്ളത് വരെ നമുക്ക് ഇത് അറിയാൻ പറ്റും. നമുക്ക് ഊരിയിട്ട് വേറെ കളർ കവർ ഇടാൻ പറ്റും. അപ്പം വീഗൻ ലെതറും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് മെറ്റീരിയലും ആയിട്ടൊക്കെ ഇതിൻ്റെ 2-3 കളേഴ്സ് വരുന്നുണ്ട്. അപ്പം ഞാനിത് ബ്ലാക്കാണ് ഇപ്പം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എന്തായാലും പൊട്ടിക്കാം. ഇത് പൊട്ടിക്കുന്നതിന് മുമ്പേ അവരെന്തായാലും പുറത്തിറക്കി. അപ്പം പുറത്തിറക്കിയ സാധനവും കൂടെ ഒന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചാൽ ഇതാണ് അതിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ ബ്ലൂ കളറാണിത്. അപ്പം ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? അപ്പം ഒരു നോർമൽ 350-400 രൂപയ്ക്കകത്ത് നമ്മൾ വാങ്ങിച്ചിടുന്ന കേസിന് പകരം 1000 രൂപയ്ക്ക് മുകളിൽ കൊടുത്ത് എന്തുകൊണ്ട് ഈ കേസ് വാങ്ങിക്കണം എന്നുള്ളതിനെ കൂടെ നമുക്ക് സംസാരിക്കാം. അതുപോലെ തന്നെ നമുക്ക് ചാർജിങ് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇതാ CMFൻ്റെ തന്നെ 65 വാട്ട് ഔട്ട് വരുന്ന ആ ഒരു ചാർജർ ബ്രിക്ക് കൂടെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഫോണ് 33 വാട്ട് ഉള്ളൂടെ. എന്നാലും നമുക്ക് ഇത് വെച്ച് ചാർജ് ചെയ്ത് എത്ര ഫാസ്റ്റിന് കയറുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ നോക്കാം. അപ്പോൾ ഫോണിൻ്റെ ക്യാമറ ടെസ്റ്റ് വേണോ, അടുത്തത് BGMI ടെസ്റ്റ് വേണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്കിപ്പോൾ അൺബോക്സിംഗ് വീഡിയോ എന്തായാലും ഇടാം. നിങ്ങൾ പറഞ്ഞാൽ മതി ഇതിൻ്റെ വേറെ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്നുള്ളത്. ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ ആണെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പം നമുക്ക് ഇതിൻ്റെ കേസ് തന്നെ ഫസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് കളയാം. ഞാൻ കാണാനല്ല, നിങ്ങൾ തന്നെ കണ്ടോ എന്തെങ്കിലും തറ പോകുമെന്ന് ഇങ്ങനെ കൈ വെച്ചേക്കാം. എന്തോ താഴോട്ട് പോയി. അതിൻ്റെ പിന്നായിരിക്കും. എടുക്കുമ്പോൾ തന്നെ CMF by Nothing എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ കേസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ ഇത് വീഗൻ ലെതറാണ് എടുത്തിട്ടുള്ളത്. ബ്ലൂ എന്ന് പറഞ്ഞാൽ വീഗൻ ലെതറാണ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ലെതർ ടച്ച് ഉണ്ട് അതിൽ. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് ക്വാളിറ്റി പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് ഇത് പൊട്ടിയാലും നിങ്ങൾക്ക് അടുത്ത സാധനം വാങ്ങിച്ചിടാൻ പറ്റും. ബാക്കിൽ ബാറ്ററി, അതായത് നമ്മൾ ഫോൺ വരുമ്പോൾ ബാറ്ററി നമുക്ക് കാണാൻ പറ്റില്ല. അതിൽ നിന്ന് ചൂട് വലുതായിട്ട് പുറത്തടിക്കാതിരിക്കാനുള്ള സാധനമാണ് ഇതെന്ന് പറഞ്ഞത്. ഫോണിൻ്റെ ഒരു കേസ് ഉണ്ടല്ലോ, ആ ഒരു ഫോണിൻ്റെ കേസിൻ്റെ ക്വാളിറ്റി അത്രയേ ഉള്ളൂ. അപ്പം പൊട്ടിയാലും നമുക്ക് അത്രയും പൈസ കൊടുത്ത് വാങ്ങിച്ചിടണം. ഈ സ്ക്രൂ ഡ്രൈവർ ഇതിനകത്താണ് പറഞ്ഞത്, ഫോണിൻ്റെ കൂടെ അല്ല പറഞ്ഞത്. അപ്പം ഈ ഒരു സാധനം മാറ്റി വയ്ക്കുക. അതിൻ്റെ കൂടെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു ബട്ടണാണ്, നമ്മൾ ഫോണിൻ്റെ സൈഡിൽ വെക്കുന്ന ബട്ടൺ. അത് കഴിഞ്ഞിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ കുറച്ച് സ്ക്രൂസ് ആണ്. അപ്പോൾ ആ സ്ക്രൂ മാറ്റി വയ്ക്കാം. സിം ഇജക്ടർ ഇവിടെ പറഞ്ഞോണ്ട് സിം ഇജക്ടർ അത് നമുക്ക് ഊരാം. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ആ ഒരു സിം ഇജക്ടർ പിന്ന്. അതായത് ഈ കേസിൻ്റെ കൂടെ പറഞ്ഞ സിം ഇജക്ടർ പിന്നും ആ ഒരു മൈനസ്, ഇത് ഊരാനുള്ള മൈനസിൻ്റെ സ്ക്രൂ ഡ്രൈവർ. അപ്പോൾ ഈ ഒരു സാധാ നോർമൽ മൈനസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഊരാൻ പറ്റും. അപ്പോൾ നിങ്ങൾ 1000 രൂപ കൊടുത്ത് ഈ ഒരു കേസ് വാങ്ങിക്കണോ, ഒരു നോർമൽ ലോക്കൽ കേസ് വാങ്ങിക്കണോ എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക. നോർമൽ ലോക്കൽ കേസിനകത്ത് ഈ ഒരു സ്ക്രൂ ഇല്ലെങ്കിലും അപ്പോൾ നിങ്ങൾക്ക് സാധാ ഒരു മൈനസ് വെച്ച് ഇത് ഊരാൻ പറ്റും. പക്ഷേ സിം ട്രേ സെയിം കളർ കിട്ടണമെന്നുള്ളതും കൂടെ നോക്കണം. അതിനെപ്പറ്റി നമുക്ക് വീഡിയോ വേണമെങ്കിൽ ചെയ്യാൻ നിങ്ങൾ പറഞ്ഞാൽ മതി. നമുക്കപ്പോൾ ഇതിനെ ഒന്ന് മാറ്റി വയ്ക്കാം. അടുത്തത് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നത്തിങ്ങിൻ്റെ ചാർജറാണ് ഗൈസ്. നമ്മളെ ചാർജർ ബ്രിക്കാണ്. അത് നിങ്ങൾ കണ്ടോ. അകത്ത് അങ്ങനെയുണ്ടോ? നത്തിങ്ങിനകത്തൊന്നുമില്ലെന്ന് ആര് പറഞ്ഞത്? കുറേ ഒട്ടിപ്പുണ്ട് ഗൈസ്. കണ്ടോ ഗൈസ്, വേറൊന്നും ഇല്ലേടെ. നത്തിങ്ങിൻ്റെ 65 വാട്ട് ചാർജറിൻ്റെ യൂസർ മാനുവൽ ഗൈസ് ധൈര്യമുണ്ട്. USB-C1 65 വാട്ട്, അതായത് USB-C1 എന്ന് പറഞ്ഞ സാധനമാണ് 65 വാട്ട്. നമുക്കിതിനെ എടുക്കാം. എടുക്കുമ്പോൾ 3 ഓട്ടയാണ് ഗൈസ് ഉള്ളത്. USB ടൈപ്പ് A ഉണ്ട്, 2 C ഉണ്ട്. അതിൽ A നമുക്ക് വേണമെങ്കിൽ കുത്താം. ഏറ്റവും അടിയിലത്തെ C കുത്തിയാൽ നമുക്ക് 65 കിട്ടും. അത്യാവശ്യം നല്ല വെയിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതിൻ്റെ ടെക്സ്ചർ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. 65 വാട്ട് നമ്മുടെ ആ ഒരു USB ചാർജർ, എയും സിയും എല്ലാം ഉള്ള USB ചാർജർ ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ചാർജർ ടെസ്റ്റൊക്കെ ചെയ്യാം. ഇനിയാണ് നമ്മുടെ ഫോൺ അൺബോക്സിങ് ഗൈസ്. ഫോൺ 1 നമുക്ക് ഇവിടെ പിടിച്ചോണ്ട് വേണം കേട്ടോ നമ്മൾ പൊട്ടിക്കാനുള്ളത്. ഇവിടെ ഒന്ന് പൊട്ടിച്ചു. ഇവിടെ പീൽ ഓഫ് ചെയ്യാനായിട്ടുള്ള പരിപാടിയാണ് ഇത്. നിങ്ങൾ കണ്ടാൽ ശരിയാവില്ല. ഫോൺ ഞാൻ പിടിക്കണം. ഒരു പ്ലാസ്റ്റിക് അല്ല, പേപ്പറിലാണ് വന്നിട്ടുള്ളത്. ഇക്കോ ഫ്രണ്ട്ലി, ഗുഡ്. നമ്മൾ ക്യാമറ 2 ഇവിടെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫോൺ ഇങ്ങനെ എടുക്കുക. ഇതാണ് ഫോൺ. ഈ സംഭവം ഉണ്ട്. നത്തിങ്ങിൻ്റെ C2C കേബിൾ. ഇതാണ് നത്തിങ്ങിൻ്റെ C2C കേബിൾ. അതുപോലെ തന്നെ
യൂസർ മാനുവൽ. ഇതാണ് അതിൻ്റെ യൂസർ മാനുവൽ. ഇതിനകത്ത് ഫോണിൻ്റെ ബാക്കി ഇതിനകത്തൊന്നുമില്ല. ഇതിനകത്ത് ഇജക്ഷൻ പിന്ന് ഉണ്ട്. മറ്റേ നത്തിങ്ങിൻ്റെ മറ്റേ ഗ്ലാസ് ടൈപ്പ് അങ്ങനെ സാധനമല്ല, ഇത് വേറൊരു ടൈപ്പാണ്. ഇജക്ഷൻ പിന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ കൂടെ മറ്റേ ഊരാനുള്ള സാധനമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഊരാനുള്ള മൈനസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കേസ് വാങ്ങിച്ചേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ വീട്ടിലുള്ളൊരു സാധാ മൈനസ് സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ലോക്കൽ സാധനം വാങ്ങിച്ച് ഊരി എടുത്താൽ മതിയിടായി. ചുമ്മാ നിങ്ങൾ 1200 രൂപയൊക്കെ കളയണമെങ്കിൽ നോക്കിയിട്ട് കളയുക. ഇതിപ്പോൾ വാങ്ങിച്ചതേ ഉള്ളൂ കാണിക്കാൻ വേണ്ടിയിട്ട്. കവറിനകത്ത് വേറൊന്നുമില്ല. ഇതാണ് നമ്മുടെ നത്തിങ് CMO ഫോൺ 1. അപ്പോൾ നമുക്കിതിനെ പൊട്ടിക്കാം. ഇൻസേർട്ട് വാലിഡ് ഇന്ത്യൻ സിം. അപ്പോൾ ഇത് പുറത്തുനിന്നൊക്കെ കൊണ്ടുവരണവർ നിങ്ങളുടെ ആ ഫോണിൻ്റെ ബാക്കിൽ നോക്കിക്കണം. ഈ ഫോണിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട് ഇന്ത്യൻ സിം ഉള്ളിൽ നിന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ അവിടുത്തെ സിം മാത്രമേ ഉള്ളൂ എന്നുള്ളതും കൂടെ നോക്കണം. ഇതിനകത്ത് വേറെ പുറത്തെ സിം ഇടാൻ പറ്റുമോ, ഇവിടുന്ന് പോണവർക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം നമുക്ക് നോക്കേണ്ടതുണ്ട്. ഇതിനകത്ത് സിം ഇട്ടാലേ ഇത് ഓണാവും എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ബൂട്ട് ചെയ്തിട്ട് വരാം. ഗൈസ്, ഫോൺ നമ്മൾ ബൂട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞു. ബൂട്ട് ചെയ്യുമ്പോഴൊന്നും വലിയ ഹീറ്റിങ് കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ IQ 9 Pro ബൂട്ട് ചെയ്തപ്പോൾ നമ്മൾ ഹീറ്റിംഗ് ഇല്ലെന്ന് പറഞ്ഞില്ല. അതുപോലെ തന്നെ ഹീറ്റിംഗ് കാര്യങ്ങളൊന്നും എന്തായാലും ഇല്ല. ഇതാണ് ഇതിൻ്റെ ആ ഒരു ബാക്കിൽ പറഞ്ഞ പ്ലാസ്റ്റിക്. നമ്മളിപ്പോൾ മേടിച്ചതെന്ന് പറഞ്ഞാൽ വീഗൻ ലെതറാണ്. അപ്പോൾ ഇത് പ്ലാസ്റ്റിക്കാണ്. നമുക്കത് ചേഞ്ച് ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് നമുക്ക് ഓപ്പൺ ആയി ഇതിൻ്റെ ഫുൾ ബ്രൈറ്റ്നസ് കാണിച്ചു തരാം. ഇതിപ്പം കാൽഭാഗത്ത് കിടക്കുകയാണ്. ഏറ്റവും കുറയ്ക്കുന്നു. ഏറ്റവും ഹൈറ്റാ ബ്രൈറ്റ്നസ് ഇതാ ഇങ്ങനെ നിൽക്കും ഗൈസ്. നമുക്ക് നോട്ടിഫിക്കേഷൻ വലിച്ചതിന് ശേഷം ഡാർക്ക് തീം വേണമെങ്കിൽ നമുക്ക് ഓഫ് ചെയ്തിട്ട് ലൈറ്റ് തീം ഇടാൻ പറ്റും. ലൈറ്റ് തീം ഇട്ടാൽ അത് ഇതുപോലെ ഇരിക്കും. ജസ്റ്റ് ടാപ്പ് കഴിഞ്ഞാൽ ബ്രൈറ്റ്നസ് കുറച്ച് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ആ ഒരു ലൈറ്റ് തീം നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിലുള്ളത്. നമുക്കിത് അവിടെ പെർമിഷൻ നീഡഡ് എന്ന് എഴുതി കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെണ്ടയ്ക്ക അക്ഷരത്തിൽ നമ്മൾ സ്ക്രീൻ ടൈം കാര്യങ്ങളൊക്കെ നമുക്ക് ഓണാക്കി ഇടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര നേരം ഫോൺ യൂസ് ചെയ്ത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഇതാ ഇവിടെ കാണിക്കാൻ വേണ്ടി 0 മിനിറ്റാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ ആ സെറ്റിങ്സ് കയറി ഇപ്പോൾ അപ്ലൈ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ അത് സെറ്റ് ചെയ്തിടാൻ പറ്റും. 2 സിം കാർഡ് + 1 മെമ്മറി കാർഡ് അങ്ങനെ ഇല്ല. ഇതിനകത്ത് 2 സിം കാർഡ് ഇടാം, അല്ലെങ്കിൽ ഒരു സിമ്മും ഒരു മെമ്മറി കാർഡ് ഇടാൻ പറ്റും. അത് അങ്ങനത്താണ് ഇപ്പോഴത്തെ മോഡലുകളിലൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പം ഐ മിസ് ദോസ് ഡിവൈസസ് കണ്ട ഇങ്ങനത്തെ ഫോണൊക്കെ എന്ന് പറഞ്ഞാൽ 2 സിമ്മും ഇടാൻ പറ്റും, ഒരു മെമ്മറി കാർഡ് ഇടാൻ പറ്റും. മച്ചി അത് ഞാൻ ഇപ്പോൾ സിം ഊരി എടുത്തേണ് ഇതിനകത്ത് ഇടാനായിട്ട് പഴയ ഫോണിൽ നിന്ന്. പിന്നെ ക്യാമറ ഡീറ്റെയിൽസിലോട്ട് പോകുന്നുണ്ട്. ആ ക്യാമറ ഓണാക്കുമ്പോൾ ഫാസ്റ്റ് കാര്യങ്ങൾ നോക്കാം. ഇതിനൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ക്യാമറ ഓണാക്കുമ്പോൾ ഫാസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ നത്തിങ് ഫോൺ 1-ലും 2-ലും 2Aയിലൊക്കെ ഉള്ളവർ തന്നെ നമ്മുടെ സ്ലോമോ, വീഡിയോ, ഫോട്ടോ, പോർട്രൈറ്റ്, മോർ അങ്ങനത്തെ കാര്യങ്ങളാണ് ഇതിനകത്ത് കിടക്കുന്നത്. എക്സ്പേർട്ട് ഉണ്ട് മോറിൽ, പാനോരമ ഉണ്ട്, അതുപോലെ തന്നെ ടൈം ലാപ്സ് ഉണ്ട്. പോർട്രൈറ്റിലാണെന്നുണ്ടെങ്കിൽ ആസ്പെക്ട് റേഷ്യോ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. ഫോട്ടോ മോഡിൽ 1x 2x സൂം അപ് ടു 10x നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വീഡിയോ മോഡിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1080p 30 60 അതുപോലെ തന്നെ 4K 30 ആണ് നമുക്ക് ഇതിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമുക്ക് സ്ലോ മോഷനിലാണെന്നുണ്ടെങ്കിൽ 1080p 120 FPS ആണ്, 240 FPS ഇല്ല. നിങ്ങൾ 1080p 60ൽ റെക്കോർഡ് ചെയ്തതിനു ശേഷം വല്ല എഡിറ്റിംഗ് ആപ്ലിക്കേഷനിൽ കയറ്റി സ്ലോ ആക്കിയാൽ കുറച്ചുകൂടെ ബെറ്റർ ക്വാളിറ്റി നിങ്ങൾക്ക് സ്ലോ മോഷൻ കിട്ടും. അതല്ലാതെ ഇതിലെടുക്കാനൊന്നും ഞാൻ പ്രിഫർ ചെയ്യത്തില്ല. സോ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി ടെസ്റ്റൊക്കെ നമുക്ക് ചെയ്യാം. നമുക്ക് അവിടെ 3 ഡോട്ടിൽ പോകുന്ന സമയത്ത് നമുക്ക് HDR ഓൺ ആക്കാം, ഓഫ് ചെയ്യാൻ, ആക്ഷൻ മോഡുണ്ട്, പിന്നെ ഗിഡ് ലൈൻ ഇടാൻ പറ്റും. മോർ സെറ്റിംഗ്സിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ സേവ് ലൊക്കേഷൻ കൊടുക്കാൻ പറ്റും. ഷട്ടർ സൗണ്ട് നമുക്ക് ഓൺ ആക്കാം, ഓഫ് ആക്കാം. മിറർ ഫ്രണ്ട് ക്യാമറ ഓൺ ആക്കാം, ഓഫ് ആക്കാം. ലെവൽ, വാട്ടർ മാർക്ക്, ടാപ്പ് ടു ടേക്ക് ഫോട്ടോ എടുത്ത് എവിടെ ടാപ്പ് ചെയ്താലും മറ്റേ ഒരു ബബിൾ വന്ന് കിടക്കും, അതിൽ ടാപ്പ് ചെയ്ത് ഫോട്ടോ എടുക്കാൻ പറ്റും. QR കോഡ് നമുക്ക് സ്കാൻ ചെയ്യാൻ ഓൺ ആക്കി ഇടാൻ പറ്റും. പ്രസ് ആൻഡ് ഹോൾഡ് വീഡിയോ ഷട്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ചറപറാന്ന് ഫോട്ടോ എടുക്കുന്ന മോഡ് ഇടാൻ പറ്റും, വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ചറപറാന്ന് ഇടുന്ന ഫോട്ടോ എടുക്കണമെങ്കിൽ അത് ഇടാം, വീഡിയോ മോഡ് വേണമെങ്കിൽ അങ്ങനെ ഇടാൻ പറ്റും. ജസ്റ്റ് ബാക്ക് അടിക്കുക. അൾട്രാ XDR വേണമെങ്കിൽ നമുക്ക് ഓൺ ആക്കി ഇടാം, ഓഫ് ചെയ്തിടാം. അതിൻ്റെ ഫോട്ടോ ക്വാളിറ്റിയൊക്കെ ഇതുപോലെ നിങ്ങൾക്ക് തോന്നിക്കും. കുറച്ചുകൂടെ ബ്രൈറ്ററായിട്ട് നിൽക്കും ഓൺ ആക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ക്യാമറയ്ക്കകത്തുള്ള പരിപാടികൾ. അപ്പോൾ ഇതിൻ്റെ ക്യാമറ ഡീറ്റെയിൽസ് ആൻഡ് ഫീച്ചേഴ്സ് നമുക്ക് ഉടനെ തന്നെ ചെയ്യാം. നമുക്കിനി ഇതിൻ്റെ ബാക്കൊന്ന് ഊരിയാലോ, ഇതിൻ്റെ പരിപാടി എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഗൈസ്, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ബ്ലൂ ഇടുമ്പം നമുക്ക് വേണമെങ്കിൽ ബ്ലാക്ക് ഇടാം, ബ്ലൂ ഇടാൻ പറ്റും. പിന്നെ ഈ സിം ട്രേ ആദ്യമേ നമ്മൾ ഊരി എടുക്കാൻ മറക്കരുത്. അതുകൊണ്ടാണ് ഈ മൈനസിൻ്റെ കൂടെ ഇത് തന്നിരിക്കുന്നത്, ഊരാനായിട്ട് സിം ജംഗ്ഷനും കൂടെ തന്നിട്ടുള്ളത്. ജസ്റ്റ് നമ്മളിങ്ങനെ ഇവിടെ കുത്തുന്നു, സിം ജംഗ്ഷൻ്റെ നമ്മൾ ഊരുന്നു. നിങ്ങൾക്ക് ഇപ്പം ബ്ലൂ കിട്ടിയില്ലെങ്കിൽ ബ്ലാക്ക് ഇടുന്നതിനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഫ്ലൈറ്റ് ആക്കാൻ മറക്കല്ല. ഫ്ലൈറ്റ് ആക്കിയിട്ട് അങ്ങനെ ഊരുക. അത് ഊരിയതിന് ശേഷം നമ്മൾ ഇവിടുത്തെ ഈ മൈനസിൽ തിരിക്കുന്നു. നാല് സ്ക്രൂ ആണുള്ളത്. 4 സ്ക്രൂ ഊരി നമ്മൾ ഊരണ സാധനമൊക്കെ തിരിച്ച് അതുപോലെ ഇടണം. മിച്ചം വരൽ ഇതിനെ ഇനി തിരിക്കണം. ഇതിനെ തിരിക്കി ഇങ്ങനെ ഊരാം. ഇങ്ങനെ ഊരിയ ഗൈസ് നമ്മുടെ ഫോൺ ഊരി കൈ വരും. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് മേലെ ബാറ്ററി തൊട്ടോല്ലെന്നാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. വലിച്ചൂരിയ നിങ്ങൾക്ക് ക്ലെയിമും കാര്യങ്ങളൊന്നും കിട്ടില്ല. ഇത് ഊരാനുള്ളത് സർവീസ് സെൻറ്ററിൽ അവർ ഊരിക്കോളും വല്ല കുഴപ്പം വന്നാൽ. ഇതാണ് ആ ഒരു സംഭവം. ഇത് നമ്മൾ ഊരിയ ബാക്ക് കവർ, നമ്മുടെ പുതിയ ലെതറിൻ്റെ ബാക്ക് കവർ, സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ.
ഏതെങ്കിലും സൈഡ് ഒരെണ്ണം വയ്ക്കുക. ഇങ്ങനെ പതുക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ലുക്ക് ഇതാ ഇതുപോലെ ഇരിക്കും. നമ്മളൊരു കേസ് ഇട്ട പോലെ തന്നെ ഇരിക്കും. ഈ സാധനം തിരിച്ചെടുത്ത് ഇവിടെ തിരിക്കി വയ്ക്കുക. അത് കഴിഞ്ഞ് നമ്മളെ സിം ട്രേ നമുക്കിതാ നമ്മളെ സിം ഊരി ഇതിനകത്ത് ഇട്ടിട്ട് ഇതിനകത്ത് തിരിച്ചെടുത്ത് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇതായിരിക്കും അങ്ങനെ ഒരു ബ്ലൂ ലുക്ക്. അങ്ങനെയാണ് ആ ഒരു ബ്ലാക്ക് ഫോൺ ഇപ്പം നീല കളറായിരിക്കുന്നത്. നമ്മൾ ബൂട്ടൊക്കെ ചെയ്ത് ഇതൊക്കെ മാറ്റി നോക്കി. അത് അവരുടെ ഞാൻ പറഞ്ഞില്ലേ അവരുടെ ആ ഒരു പരിപാടി അതാണ്. നമ്മളത് ചെയ്ത് നോക്കിയിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്തൊക്കെ നോക്കി ഞാൻ സ്ക്രൂ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഞാൻ ബ്ലാക്കാണ് കൂടുതൽ യൂസ് ചെയ്യണം. അപ്പോൾ ബ്ലാക്ക് ഇട്ടിട്ട് നമുക്ക് ക്യാമറ പെർഫോമൻസ് വീഡിയോ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ബ്ലാക്ക് ഇടാൻ വേണ്ടി ഇത് സ്ക്രൂ ഒന്നും ഇടാത്തത്. പിന്നെ അതാ ഈ ഒരു സാധനം കണ്ട, ഈ ഒരു സാധനം ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എക്സ്ട്രാ വേറെ ഇതിൻ്റെ മണ്ടേ കൂടി ഇനിയും കേസ് കാര്യങ്ങളൊക്കെ ഇടുന്നത് ഇച്ചിരി ഡൗട്ടായിരിക്കും. നിങ്ങൾക്ക് അങ്ങനെ വീഡിയോ വേണമെങ്കിൽ നമുക്കൊരു ഷോർട്സിൽ ചെയ്യാം. വേറെ കേസ് വാങ്ങിച്ച് ഇതിൻ്റെ മണ്ടേ ഇട്ട് നോക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇത് ഇരിക്കുന്നതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ വേറെ ആക്സസറീസ് പറഞ്ഞുണ്ട്. CMF എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാധനങ്ങളാണല്ലോ. അപ്പം അതിൻ്റെ കൂട്ടത്തിലൊരു ഫോൺ സ്റ്റാൻഡ് വരുന്നുണ്ട്. ഇത് നമുക്ക് ഊരിയതിന് ശേഷം അതിലൊരു ഫോൺ സ്റ്റാൻഡിൻ്റെ ഒരു സാധനം വെച്ചിട്ട് തിരിച്ചു വെച്ചാൽ നമുക്കിത് ഫോൺ എവിടെ വേണോ കൊണ്ട് വെക്കാൻ പറ്റും. നമ്മൾ സാധാ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, നമ്മൾ രണ്ടാമത് കേസിലൊക്കെ ഉള്ളു, അതുപോലത്തെ ഒരു സ്റ്റാൻഡ് ഉണ്ട്. പിന്നെ ഒരു വള്ളി നമുക്ക് ഇതിനകത്ത് വാങ്ങിച്ചിടാൻ പറ്റും. അത് വാങ്ങിച്ചിട്ടാൽ കഴുത്തിൽ തൂക്കിയിട്ടുണ്ട് നടക്കാൻ പറ്റും. ഒരു ഫോണൊക്കെ വാങ്ങിച്ച് തൂക്കിയിട്ടുണ്ട് നടക്കുന്ന ആൾക്കാരുണ്ടായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ കണ്ണാടിയിൽ വള്ളി ഉണ്ടായിട്ട് പോലും ഇടാത്ത ആൾക്കാരാണ് ഇവിടെ അത്രയും ഉള്ളത്. അപ്പം അതും ഒരു എന്താ ചുമ്മാ ഉമ്മാർ എന്തായാലും സാധനം ഇറക്കി കച്ചവടം നടക്കണേ നടക്കട്ടെ, ഇടയിൽ ഒരു 100 എണ്ണം ഇറക്കിയാൽ 10 എണ്ണം പോകുമെന്നുള്ള ഇതിൽ ഇറക്കിയായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണല്ലോ. പിന്നെ ഈ 4 സ്ക്രൂ ഉണ്ടല്ലോ, ഈ 3 സ്ക്രൂ, ഇവിടുത്തെ 4 സ്ക്രൂ ഉണ്ട്. അതിൽ 3 സ്ക്രൂ റിമൂവ് ചെയ്താൽ ഇത് നമുക്ക് മാഗ്നറ്റിക് കേസ് വയ്ക്കാൻ പറ്റും. ഈ ഫോണിൽ മാഗ്നറ്റിക് സപ്പോർട്ടല്ല, റിവേഴ്സ് ചാർജിങ് ആണ്. നമുക്ക് വയർ വഴിയേ ചാർജ് ചെയ്യാൻ പറ്റും, വയർലെസ് വഴി ചാർജിങ് ഒന്നും പറ്റത്തില്ല. അപ്പം ഇത് ഊരിയിട്ട് ഇതിലൊരു മാഗ്നറ്റ് സാധനം വെച്ച് അതിനകത്ത് നമുക്ക് കാർഡ് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണിനകത്ത് കാർഡൊക്കെ ഹോൾഡ് ചെയ്ത് വെച്ച് നടക്കുന്ന ആൾക്കാരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഈ ഫോണിൽ അങ്ങനെ ബൾക്കി ആയിട്ടൊരു സാധനം ഇരിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിരിക്കുമോ എന്നുള്ള കാര്യവും നമുക്ക് നോക്കാം. അപ്പോൾ അതൊന്നും വാങ്ങിച്ചിട്ടില്ല. എന്തിനാണ് ഓവർ ബഡ്ജറ്റ് ആക്കണം? അങ്ങനെയാണെങ്കിൽ അതെല്ലാം കൂടെ വാങ്ങിച്ചു. ഇപ്പോൾ തന്നെ ചാർജറും ഇതും കൂടെ വാങ്ങിക്കുമ്പോൾ തന്നെ 22,000 രൂപ ആവണം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇതെല്ലാം കൂടെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല ഫോണിനേക്കാളും വേറെ ബെറ്റർ എടുക്കാൻ പറ്റും. പിന്നെ ഇതിൽ പറഞ്ഞ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ 7300 ആണ്. കണക്ക് പ്രകാരം 7200 കുറച്ചുകൂടെ ബെറ്റർ ആണ്. പിന്നെ എന്തിനാണ് അവർ 7300 ഇതിൽ കൊണ്ടുവന്നതെന്ന് അറിയത്തില്ല. എന്തായാലും ഹീറ്റിംഗ് കാര്യങ്ങൾ ബൂട്ടിങ്ങിലൊന്നും ഹീറ്റിംഗ് ഇല്ല. ഇനി നല്ലപോലെ യൂസ് ചെയ്ത് നോക്കിയിട്ട് വേണം ഹീറ്റിങ്ങിനെ പറ്റിയൊക്കെ സംസാരിക്കാനുള്ളത്. പിന്നെ ക്യാമറ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മുടെ IQ Z9 പറഞ്ഞ ക്യാമറ, പിന്നെ അതുപോലെ തന്നെ ആ ഒരു സീരീസിലൊക്കെ പറഞ്ഞ ക്യാമറ തന്നെയാണ് ഇതിലും പറഞ്ഞത്. 50 മെഗാ പിക്സലിൻ്റെ ഒരു മെയിൻ ക്യാമറ. ഇത് അൾട്രാ വൈഡ് ക്യാമറ അല്ല, ഇതിൽ അൾട്രാ വൈഡ് ക്യാമറ ഇല്ല. 50 മെഗാ പിക്സലിൻ്റെ ഒരു മെയിൻ ക്യാമറയും. പിന്നെ അതായി മുകളിലിരിക്കുന്നത് സത്യം പറഞ്ഞാൽ അത് ക്യാമറ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊരു ഡെപ്ത് സെൻസറാണ്, ക്യാമറ തന്നെയാണ്. ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് പോർട്രേറ്റിലൊക്കെ കുറച്ചുകൂടെ ബൊക്കെ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനും ആ ഒരു ഷാർപ്നെസ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഇത് പൊത്തി വെച്ചിട്ട് നമ്മൾ പോർട്രേറ്റ് എടുത്താലും നിങ്ങൾക്ക് 1x-ലും 2x-ലൊക്കെ എടുക്കാൻ പറ്റും. മെയിൻ ക്യാമറയാണ് നമുക്ക് സൂം ഇൻ ആയിട്ട് 2x-ലൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റുന്നത്. അൾട്രാ വൈഡ് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ വീഡിയോ മോഡും കാര്യങ്ങളൊക്കെ നിങ്ങളിപ്പം കേട്ടല്ലോ. അപ്പോൾ അത്രയൊക്കെയാണ് ഇതിൻ്റെ ആ ഒരു ഫീച്ചർ. ഒരു നോർമൽ ഒരു പ്യുവർ ആൻഡ്രോയിഡ് അഡ്വർടൈസ്മെൻറ്റും ബാക്കി ബ്ലോട്ട് വേഴ്സ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു പ്യുവർ ആൻഡ്രോയിഡ് ഫോൺ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇത് മേടിക്കാൻ പറ്റും. കാരണം ബഡ്ജറ്റ് അത്രയല്ലേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് 2A പോലും പോവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഗെയിമിംഗ് ടെസ്റ്റ് വേണമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ ഇവിടെ ഫോൺ യൂസ് ചെയ്ത് എത്ര മിനിറ്റ് ആണെന്നൊക്കെ നമുക്ക് ഇതിൽ അറിയാൻ പറ്റും. എന്തായാലും ആ ഒരു നത്തിങ്ങിൻ്റെ വോയിസ് അടിപൊളിയാണ്. പെർഫോമൻസ് ബേസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബാക്കി കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉടനെ തന്നെ വീഡിയോ ചെയ്യാം. കുറച്ചൊന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി എന്താണെന്നുള്ളത് കാണാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൽ തിരിച്ച് ബ്ലാക്ക് ഒക്കെ എടുത്തിട്ടിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് ബാക്കി പരിപാടിയൊക്കെ നോക്കാം. അപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോ BGMI ടെസ്റ്റ് വേണമോ അല്ലെങ്കിൽ ക്യാമറ റിവ്യൂ വേണമോ എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്തേരാം. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ശരി ഗൈസ്, ബൈ.